എറണാകുളം മുണ്ടംവേലിയിൽ പി&ടി കോളനി നിവാസികൾക്കായി പണിതീർത്ത ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ താക്കോൽ കൈമാറി. GCDAയുടെ സഹകരണത്തോടെ നിർമ്മിച്ച ഫ്ളാറ്റിന്റെ താക്കോൽ ദാനം കൊച്ചി മേയർ അനിൽകുമാർ നിർവഹിച്ചു. മുണ്ടംവേലിയിലെ GCDA വിട്ടു നൽകിയ സ്ഥലത്ത് PMAY ലൈഫ് പദ്ധതി വഴി നിർമ്മിച്ച ഫ്ളാറ്റുകളിലാണ് ഇവരെ പുനരധിവസിപ്പിക്കുന്നത്. 86 യൂണിറ്റുകളിലായി 83 വ്യക്തിഗത അപ്പാർട്ട്മെന്റുകളും 3 പൊതുസൗകര്യങ്ങളും അടങ്ങുന്നതാണ് ഫ്ളാറ്റ് സമുച്ചയം. 2 കിടപ്പുമുറികൾ, ലിവിംഗ് റൂം, ഡൈനിങ് റൂം, അടുക്കള, ശൗചാലയം എന്നിവയാണ് അപ്പാർട്ട്മെന്റിലുള്ളത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാതിരുന്ന ഒരു ഘട്ടമായിരുന്നു. അന്നത്തെ ചെയർമാനായിരുന്ന ശ്രീ വി സലീം ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് നമ്മുടെ തുടർച്ചയായ ഫോളോ അപ്പ് ആയിരുന്നു. ഞാൻ ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് നന്ദി പറയുന്നുണ്ട്. കാരണം ആദരണീയനായ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനും ഈ കേസ് ബാറ്റേഡായി ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിന്റെ കേസ് ഏറ്റെടുത്ത് നടത്തുമ്പോൾ അദ്ദേഹവും ഇക്കാര്യത്തിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിൽ രാമേശ്വരം വില്ലേജിലെ മുണ്ടംവേലിയിൽ GCDAയുടെ 70 സെന്റ് ഭൂമിയിലാണ് ഫ്ളാറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും അംഗീകരിക്കപ്പെട്ട ലിസ്റ്റിലെ മാറ്റങ്ങൾ പ്രധാന തടസ്സമായിരുന്നു. സിറ്റി പ്രൊജക്ട് ഓഫീസർ ചിത്രയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ അർഹരായ 77 പേരുടെ ലിസ്റ്റ് കൗൺസിൽ പാസാക്കിയതോടെയാണ് അർഹരായ ഗുണഭോക്താക്കൾക്ക് താക്കോൽ കൈമാറിയത്. വർഷങ്ങളായിട്ട് സാധാരണക്കാരായ പി&ടി കോളനി നിവാസികൾ മഴക്കാലത്തെ വെള്ളക്കെട്ടിൽ വളരെയേറെ ദുരിതം അനുഭവിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് GCDAയും കൊച്ചി നഗരസഭയും കൂടെ ഒരുക്കിയ പദ്ധതിയാണ്. GCDAയുടെ നേതൃത്വത്തിലാണ് ഈ ഹൗസിംഗ് കോളനി നിർമ്മിച്ചിട്ടുള്ളത്. 2023 സെപ്റ്റംബർ 2-നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഫ്ളാറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. കെട്ടിടം സ്ഥിതി ചെയ്യുന്ന വാർഡ് കൗൺസിലർ അധ്യക്ഷനായി 77 താമസക്കാർ ഉൾപ്പെട്ട റെസിഡൻസ് അസോസിയേഷൻ രൂപവത്കരിച്ച് അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാരവാഹികൾക്കായിരിക്കും ഫ്ളാറ്റിന്റെ നടത്തിപ്പ് ചുമതല. മീഡിയ 1 കൊച്ചി.